ഉച്ചയ്ക്ക് ഊണിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു മീനും മാങ്ങയും കൂടെ ഉള്ളൊരു കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം അതിനാദ്യം ഞാൻ മീൻ ചാള എടുത്തിരിക്കുന്നത്. ചാള അല്ലെങ്കിൽ മത്തി അല്ലെങ്കിൽ സാർഡൈൻ എന്ന് പറയും. ഓക്കെ, അത് ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നത്. എനിക്ക് ഒരു 10 പീസ് ചാളയുണ്ട്. ഓക്കെ, പിന്നെ കുറച്ച് പരിഞ്ഞിൽ കിട്ടി. പരിഞ്ഞിൽ മീൻസ് എൻ്റെ എഗ്ഗ് കിട്ടിയിട്ടുണ്ട്, അത് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ചാള ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നു. പിന്നെ ഒരു മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം മാങ്ങ ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ തൊലി കളഞ്ഞു വെക്കണം. ഓക്കെ, ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ പീൽ ചെയ്യണ്ട, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പീൽ ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ കുറച്ച് ഷാലറ്റ്സ് എടുത്ത് വെച്ചിരിക്കുന്നു, ചെറിയ ഉള്ളി എടുത്ത് വെച്ചിരിക്കുന്നു. പിന്നെ കറി ലീഫും ഗ്രീൻ ചില്ലി, അതാണ് ഇതിന് ആവശ്യമുള്ളത്. ഓക്കെ, പിന്നെ കുറച്ച് തേങ്ങ, 1 കപ്പ്. അതിപ്പോൾ നിങ്ങൾ ഇപ്പം ഒത്തിരി ചാളയുണ്ട് അല്ലെങ്കിൽ ഇതരിഞ്ഞ് വരുമ്പോൾ ഒത്തിരി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ അഥവാ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് തേങ്ങ ആഡ് ചെയ്യാം. ഒക്കെ ഞാൻ 1 കപ്പിൽ കുറച്ചുകൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പം ഈ മീനും ഈ മാങ്ങയും എല്ലാം കൂടി ഇട്ട് വരുമ്പോൾ ചിലപ്പം ഏറെ ഉണ്ടെങ്കിൽ ചിലപ്പം തേങ്ങ കുറവായിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി തേങ്ങ ആഡ് ചെയ്യാം. അത് ഓരോരുത്തരും ഇഷ്ടം പോലെ തേങ്ങ ആഡ് ചെയ്യാം. അതുകൊണ്ട് ഞാൻ 1 കപ്പിൽ കുറച്ചുകൂടി കൂടുതലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ പച്ചമുളക് ഇത് കണ്ടല്ലോ. അപ്പം മാങ്ങ, ചെറിയ ഉള്ളി, കറി ലീഫും പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ പൊടികൾ എന്ന് വെച്ചാൽ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി. ഇതാ സാധാരണ മീൻ നമ്മളെപ്പോഴും ചേർക്കുന്നതൊക്കെ. അപ്പോൾ ഇതിൽ ഞാനൊരു 3 ടീസ്പൂൺ മല്ലിപ്പൊടിയുണ്ട്, 3 ടീസ്പൂൺ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, 1.5 ടീസ്പൂൺ ടർമറിക് പൗഡർ ഉണ്ട്, 1.5 ടീസ്പൂൺ ഉലുവപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഉലുവപ്പൊടി ശരിക്കും ഫിഷിന് മുമ്പിൽ നിൽക്കണം. ഉലുവയുടെ ടേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഫിഷ് കറിക്ക് എപ്പോഴും നല്ലൊരു ഫ്ലേവറൊക്കെ തോന്നുള്ളൂ. ഓക്കെ, അപ്പം അത് ഇത്ര എടുത്ത് വെച്ചു. അപ്പം ഈ പൊടികൾ എടുത്ത് വെച്ചു. പിന്നെ എന്താ പറയുന്നത്, ആവശ്യത്തിന് സാൾട്ട്. പിന്നെ ഈ ഉള്ളി അരിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. ഉള്ളിയും മാങ്ങയും അരിഞ്ഞ് പച്ചമുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് ഞാൻ കാണിക്കാം. അതൊന്ന് ചെറുതായിട്ട് ഉള്ളി ചെറുപ്പം ഈ ഒരു കലമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കലത്തിട്ട് ചെറുതായിട്ട് ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടും. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. അവസാനം നമ്മൾ കുറച്ച് കറി ലീഫും ഈ ഉലുവയുടെ ഹാഫ് അതും ഈ കറി ലീഫും വെളിച്ചെണ്ണയിലിട്ടൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചിട്ട് ഇടും ലാസ്റ്റ്. ഓക്കെ, അപ്പം അങ്ങനെയാണ് ചാളയും മാങ്ങയും കൂടെയുള്ള കറി ഉണ്ടാക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ ആദ്യം ഈ ഓണിയനും ഈ മാങ്ങയും ഈ ഗ്രീൻ ചില്ലിയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം. ഈ കട്ട് ചെയ്യുന്ന ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ വെറുതെ സിമ്പിളായിട്ട് മാങ്ങ തന്നെ, പച്ചമാങ്ങ തന്നെ കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ. അതുപോലെ കട്ട് ചെയ്യണം. ഓക്കെ, ഈ ഓണിയനും അതേപോലെ തന്നെ, ഈ പച്ചമാങ്ങയും ഓണിയനും അതേപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ആണ് ഇത് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് വരാം. പിന്നെ മീൻ വേണമെങ്കിൽ നിങ്ങൾക്ക് 2 പീസാക്കാം. ഓക്കെ, ഞാനിത് അങ്ങനെ ആക്കണില്ല, ഒരു പീസായിട്ട് തന്നെ ഇടുക. പിന്നെ ചിലരാണെങ്കിൽ തൊലി കളയും. പക്ഷേ ഇത് ഈ സാർഡിൻ്റെയും വെച്ചാൽ ഈ ചാളയുടെയൊക്കെ തൊലിക്കകത്ത് ഒത്തിരി ഓയിലുള്ളതെന്ന് പറയും, ഒമേഗ ഫാറ്റി ആസിഡൊക്കെ ഉള്ള. അപ്പം അതുകൊണ്ട് തൊലി കളയാതെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഈ മാങ്ങ ഞാൻ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുക. ഓക്കെ, നീളത്തിലരിയാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഫിഷും ഈ മാങ്ങയും കൂടെ കിടക്കുമ്പോൾ ഒരു ഭംഗിയൊക്കെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് നീളത്തിൽ മാങ്ങ അരിയുന്നതാണ് നല്ലത്. പിന്നെ ഞാൻ ഈ ചെറിയ ഉള്ളിയുടെ കാര്യം പറയാം. ഞാനൊരു 8 ചെറിയ ഉള്ളിയോളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കട്ട് ചെയ്യാൻ പോവാം. മുളക് ഞാൻ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ, എരിവ് കൂടുതൽ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ എരിവ് കൂടുതലിടാം, അല്ലെങ്കിൽ കുറച്ചാണെങ്കിൽ അങ്ങനെ ഇടാം. ഞാനിനി ഇതുകൂടെ ഒന്ന് കട്ട് ചെയ്ത് വെക്കട്ടെ. ചെറിയ ഉള്ളി ഞാനിങ്ങനെ നീളത്തിൽ അരിഞ്ഞ് വെച്ചു. പിന്നെ കറിവേപ്പില കുറച്ച് ഞാൻ ഇതിൻ്റെ ഉള്ളി വഴറ്റുമ്പോൾ ഇടാനും കുറച്ച് ഉലുവ ഒന്ന് ഇടുമ്പോൾ ഇടാനും വേണ്ടി മാറ്റി വെച്ചേക്കുന്നത് കുറച്ച്. അപ്പം ഇങ്ങനെ ഇതെല്ലാം അരിഞ്ഞ് വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ഈ മീൻ ഒരു 10 പീസ് ഉണ്ട്. പിന്നെ 1 മാംഗോ എടുത്തിട്ടുണ്ട്. പിന്നെ 8 ഷാലറ്റ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം കൂടി ഇട്ട് വരുമ്പോൾ എനിക്കൊന്ന് 1 കപ്പ്, ഞാൻ 1/2 കപ്പ് തേങ്ങയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അഥവാ തേങ്ങ കുറവായ ടേസ്റ്റ് കാണിച്ചുകൊണ്ട് കുറച്ചുകൂടി തേങ്ങ ഞാൻ എടുത്ത് വെച്ചേക്കുക. അത് നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ, തേങ്ങയൊക്കെ നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് എടുക്കുക, അല്ലെങ്കിൽ 1 കപ്പ് ആയാലും മതി.
ഇതിപ്പോൾ നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ഈ തേങ്ങയല്ലേ അതങ്ങ് ഗ്രൈൻഡ് ചെയ്ത് വെച്ചേക്കാന്ന് വിചാരിച്ചിട്ടാണ്. തേങ്ങ ഗ്രൈൻഡ് ചെയ്യുമ്പം ഇതിനകത്തിടാത്ത സാധനം എന്ന് വെച്ചാൽ ഈ ഉലുവ. ഓക്കെ, ഉലുവ പിന്നെ ലാസ്റ്റ് ഇടാൻ വേണ്ടി വെച്ചേക്കുക. അതുകൊണ്ട് ഉലുവ ഇടേണ്ട. ബാക്കി 3 പൊടികളില്ലേ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിരിക്കുന്നത്, അതും പിന്നെ തേങ്ങയും കൂടെ നമുക്ക് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. തേങ്ങ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, തേങ്ങയ്ക്കകത്ത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടാൽ അരച്ചെടുക്കേണ്ടത്. ഉലുവപ്പൊടി യൂസ് ചെയ്യേണ്ട. ഓക്കെ, ഉലുവപ്പൊടി നമുക്ക് ലാസ്റ്റ് വറുത്തിടാൻ. അപ്പം ഞാൻ കുറച്ച് തേങ്ങയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ അരച്ചെടുക്കാൻ പോവാം. എല്ലാം കൂടെ എനിക്കിട്ട് അരച്ചെടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് കുറച്ചെടുത്ത് അരച്ചിട്ട് ഒരു ബൗളിലോട്ട് മാറ്റാൻ പോവാം. ഇതുപോലെ ഞാൻ അരച്ച് വെച്ചു. പക്ഷേ എനിക്ക് ഇത്തിരി മുളക് പൊടി കുറവാണോ എന്നൊരു സംശയമുണ്ട്. ഞാൻ കുറച്ചുകൂടി ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഞാൻ ചേർക്കുക. ഇത് കാശ്മീരി മുളക് പൊടി ഞാൻ ചേർത്തേക്കുന്നത് കേട്ടോ. 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തേക്കുന്നത്. അപ്പം ഞാൻ ഒരു ടീസ്പൂണൂടെ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുക, ടീസ്പൂണൂടെ. ഓക്കെ, ഞാൻ കാശ്മീരി ചില്ലി പൗഡറിനകത്തോട്ട് ആഡ് ചെയ്യാൻ പോവാം. ഉള്ളിയൊക്കെ വഴറ്റി മാങ്ങയൊക്കെ ഇട്ട് മീനൊക്കെ ഇട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇനി ഞാനൊരു കലം വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ആ ഒണിയനൊന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കാം. ഈ ഒണിയൻ ചെറുതായിട്ടൊന്ന് വാട്ടിയാൽ മതി. അത് കുറച്ച് അങ്ങനെ വഴറ്റൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. അത് പച്ച ടേസ്റ്റൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആ പച്ചമുളകും കുറച്ച് കറി ലീഫ് കൂടി ഇട്ട് കൊടുക്കാം. ആ പച്ചമുളക് മൊത്തം നമുക്ക് കറി ലീഫ് കുറച്ച് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കറി ലീഫ് ഞാൻ മാറ്റി വെച്ചേക്കുക ലാസ്റ്റ് ഉലുവയുടെ കൂടെ വഴറ്റാൻ. ഉള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞതും, പച്ചമുളകുണ്ട്, പിന്നെ കറി ലീഫ്. ഓക്കെ, ഗ്രീൻ ചില്ലി, കറി ലീഫ് കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് മാങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതേ മാങ്ങയും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്തെടുക്കും. എനിക്കറിയാമല്ലോ മാങ്ങ ശരിക്കും മീൻ പുളിക്കും കൂടെ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പുളി വേറെ പുളി യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ മാങ്ങ ഇടുന്നുണ്ട്. വേറെ നമ്മൾ സാധാരണ മീനിന് എപ്പോഴും പുളി യൂസ് ചെയ്യില്ല, വടക്കം പുളിയോ അല്ലെങ്കിൽ ടാമറിൻ്റെ ഒക്കെ യൂസ് ചെയ്യില്ല. അപ്പം അതൊന്നും വേണ്ട, മാങ്ങ ഇടുന്നുണ്ട്, പുളി വേണ്ട. ഓക്കെ, ഇത് ഞാൻ വഴറ്റിട്ടൊന്നുമില്ല മാങ്ങ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അരപ്പൂടിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം ഞാനിട്ടിട്ട് മാങ്ങയെല്ലാം ഇട്ട് ഇപ്പം ഒന്ന് മിക്സ് ചെയ്തിരുന്നു. ഇപ്പം ഞാൻ അരപ്പ് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാൻ പോവാം. അപ്പം മാങ്ങയും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ആ 1 ടീസ്പൂണില്ലേ, 1 ടീസ്പൂൺ ഉലുവാപ്പൊടി എടുത്ത് വെച്ചിട്ട് അതോടെ ഇതിനകത്തോട്ട് മിക്സ് കൊടുത്ത് വഴറ്റാൻ പോവാം. എന്നിട്ട് നമുക്ക് അരപ്പിടാം. ഇവിടെ ഇരിക്കുന്നത് ലാസ്റ്റ് ഇടാനുള്ള ഉലുവാപ്പൊടിയും കറി ലീഫേ ഉള്ളൂ. ഓക്കെ, ഇനി ഞാൻ ഈ അരപ്പൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പോവാം. നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കണം. അരച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അറിയാം നമുക്ക് വെള്ളം കുറവാണ്. അതിനകത്തോട്ട് ഞാൻ കുറച്ച് പാത്രൂടിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. വെള്ളം മതി. ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് മീൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതിപ്പം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ പോകും. കുറച്ച് സാൾട്ട് ഞാൻ ആഡ് ചെയ്തു. ഓക്കെ, നമുക്ക് ഫിഷിനെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഓരോ ഫിഷിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാനിതെല്ലാം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കട്ടെ. ഓക്കെ, ഇതിപ്പം ഫിഷെല്ലാം ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനിയിപ്പം ഫിഷും ആ മാങ്ങയും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് കിടന്ന് വേവട്ടെ. ഓക്കെ, ഇനിയിപ്പോൾ ഒരു 5 to 7 minutes ഒക്കെ വെച്ചാൽ മതിയായിരിക്കും. ഓക്കെ, ഒത്തിരി വെള്ളം പോലെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് തുറന്ന് വെച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ ഒരു 5 minutes നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5 minute ഒന്ന് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 5 minute ഞാനിങ്ങനെ അടച്ചു വെച്ച് വേവിച്ചു. ഇനിയിപ്പോൾ ഞാൻ തുറന്ന് വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ വെള്ളം പോലെ എനിക്ക് ഒത്തിരി ഇങ്ങനെ വെള്ളം ആവണം എന്നില്ല. അതുകൊണ്ട് ഞാൻ ഒന്ന് തുറന്ന് വെച്ചിട്ട്
നമുക്കതിനെ വേവിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് വറ്റിപ്പോകും. ഇതൊന്നും ഇടയിൽ ഒന്ന് വെള്ളം പറ്റുന്നത് നമുക്ക് ഈ ഉലുവയും കറി ലീഫ് എടുത്ത് വെച്ചിരിക്കുന്നില്ല, അത് രണ്ടും കൂടെ ഒന്ന് വറുത്തിട്ട് അതിനകത്തോട്ട് ആഡ് ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണ, ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിനകത്തോട്ട് ഞാൻ ഈ ഉലുവ പൊടിയില്ല അത് ഇട്ട് കൊടുത്തു. ഈ കറി ലീഫ് കൂടെ വറുത്തിട്ട് നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഇതിപ്പോൾ നന്നായിട്ട് വറുത്തിട്ട് നമുക്ക് ഇനി ഒരു ഫിഷിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. വറുത്തതും കറി ലീഫിൻ്റെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു സെർവിങ് ബൗളിലോട്ട് ഇട്ട് മാറ്റാം. ഈ മാങ്ങയ്ക്ക് നല്ല പുളിയുള്ള മാങ്ങയാണ്. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ മീനും മാങ്ങയും കൂടിയുള്ള കറി റെഡിയായിട്ടുണ്ട്. പിന്നെ ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാൻ പോകും. നിങ്ങളിത് ചെയ്യുമ്പം ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒത്തിരി വെള്ളം അരപ്പിനകത്ത് ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, എന്നുവെച്ചാൽ മാങ്ങയ്ക്കകത്തുനിന്നും ആ ഉള്ളിനകത്തുനിന്നൊക്കെ വെള്ളം വരുന്നത് ഒത്തിരി വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് അരപ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഫിഷിനകത്തൊക്കെ ഇട്ട് ഒരു 5 to 7 minutes അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ മീൻ വേവിച്ചെടുക്കുക. ഓക്കെ, ഇത് റെഡിയായിട്ടുണ്ട്. ഞാനൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാൻ പോകാം. ഇതിപ്പോൾ ഞാനൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമല്ലാണ്ട് ഓരോ ചാള കഷ്ണം ആ പീസും ഇങ്ങനെ നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉടയാതൊക്കെ ഇരിപ്പുണ്ട്. സെർവ് ചെയ്യുമ്പോൾ കുറച്ച് എന്താ പറയുന്നത് മാങ്ങയും ഗ്രേവിയും ഫിഷും ഒക്കെ ആയിട്ട് കഴിച്ച് നോക്കുക. ഓക്കെ, അപ്പം നല്ല റിയലി ടേസ്റ്റ്. ഞാനൊരു കാര്യമുള്ളൂ പറയുന്നത്, നിങ്ങൾ ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഫിഷ് ഇടുന്നതിന് മുമ്പ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട്, എന്നുവെച്ചാൽ ഈ ഉള്ളിയിൽ നിന്നും മാങ്ങയിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഒത്തിരി വെള്ളം ഒഴിച്ച് പിന്നെ അത് ഡ്രൈ വറ്റിച്ചെടുക്കാൻ കുറേ ടൈം എടുക്കും. അപ്പോഴത്തേനും മീനൊക്കെ കഷ്ണമൊക്കെ അങ്ങ് പോകും. അതുകൊണ്ട് ഇതുണ്ട്, ഇതിപ്പോൾ നന്നായിട്ട് ഇരിക്കണം മീനിൻ്റെ കഷ്ണമൊക്കെ. നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്തൊക്കെ. ഇപ്പം മീനും മാങ്ങ കറി റെഡി ആയിട്ടുണ്ട്, റെഡി ടു സെർവ്. ഓക്കെ, നിങ്ങളിതുപോലെ ഒന്നും ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്യും. നല്ല ടേസ്റ്റ് ഉണ്ട്. പുളിയുള്ള മാങ്ങയാണ് നല്ലത്. ഓക്കെ, നന്നായിട്ടുണ്ട്. ഇത് മുളക് പൊടിയും ചില്ലി പൗഡറും കൊറിയാണ്ടർ പൗഡറും ഒക്കെ ഞാൻ പറഞ്ഞ പോലെ ഉലുവപ്പൊടിയൊക്കെ ലാസ്റ്റ് ഒന്ന് വഴറ്റിയൊക്കെ ഇട്ട് നല്ല റിയലി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് കറി, ഫിഷ് വിത്ത് മാങ്ങ കറി അല്ലേ, റെഡിയായി. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെ. അപ്പം ടേസ്റ്റ് ചെയ്യുമ്പോഴല്ലേ അറിയത്തുള്ളൂ എങ്ങനെയാണ് ഇത് ഞാൻ ഉണ്ടാക്കി വെച്ച കറി എങ്ങനെയുണ്ടെന്നൊക്കെ. അത് കുറച്ച് ചോറൊക്കെ എടുത്ത് തോരനൊക്കെ എടുത്ത് വെച്ചിട്ട് ഇപ്പം നിങ്ങൾ സെർവ് ചെയ്യുമ്പോൾ കണ്ടിങ്ങനെ ഇത് ഫിഷൊന്നും ഞാൻ ഉടയാതെ ഉണ്ടാക്കി വെച്ചേക്കണം. അപ്പം നമുക്കിപ്പം സെർവ് ചെയ്യുമ്പോൾ ഒരു കഷ്ണവും അല്ല ഇങ്ങനെ വരും, ഗ്രേവി ഒക്കെ ആയിട്ട് നമുക്ക് എടുത്ത് കഴിക്കാം. ഓക്കെ, കുറച്ച് കറിയും ഗ്രേവിയും മാങ്ങയൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ സെർവ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം ഞാനിങ്ങനെ ഫിഷൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നോക്കട്ടെ എങ്ങനെയുണ്ടോ എന്തതിൻ്റെ ടേസ്റ്റ്. കുറച്ച് ഫിഷും ഞാൻ പറഞ്ഞില്ല, ഒത്തിരി വെള്ളം നിങ്ങൾ ഇതിനകത്ത് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാൻ കഴിച്ചപ്പം നന്നായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെയൊക്കെ നിങ്ങൾ എല്ലാം ചെയ്യുക. ഓക്കെ, ചെയ്യുമ്പോൾ ഇതേപോലെ നല്ല റിയലി ടേസ്റ്റി യമ്മി ആയിട്ടുള്ളൊരു മീനും മാങ്ങയായിട്ടുള്ളൊരു കറി കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഞാൻ കഴിച്ചപ്പോൾ നല്ല എല്ലാം പാകത്തിനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, റിയലി യമ്മി ആയിട്ടുള്ളൊരു മീനും മാങ്ങ ചാള ഞാൻ യൂസ് ചെയ്തിരിക്കുന്നതിനകത്ത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ പറയുക. ഓക്കെ, ബൈ.